പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് പാദവാർഷിക പരീക്ഷയ്ക്ക് 6ാം ക്ലാസ് ലിസാനിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നതിനെക്കുറിച്ചാണ്. ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ മദ്രസയുമായി ബന്ധപ്പെട്ട നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആദ്യം എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയത്തോടെ അറിയിക്കുകയാണ്. ചോദ്യപേപ്പർ പരിചയപ്പെടാം. നസിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ബ്രാക്കറ്റിൽ നോക്കൂ. സുരിക്ക, മോഷ്ടിക്കപ്പെട്ടു. മാ ഹലറ, ഹാജരായില്ല. റക്കിബുത്തു, ഞാൻ വാഹനം കയറി. മാ ജാഅത്ത്, വന്നില്ല. സറക്ക, മോഷ്ടിച്ചു. കുത്തില, കൊല്ലപ്പെട്ടു. ഇനി നോക്ക് ഒന്നാമത്തത്. റബീഅത്തു ഇലൽ മദ്രസ, റബിയ എന്ന് പറയുന്ന പെൺകുട്ടി മദ്രസയിലേക്ക്. അതിനോട് യോജിച്ചത് എന്താണ്? ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്ത്രീലിംഗമാണ്. അപ്പോൾ ആ സ്ത്രീലിംഗത്തിനോട് യോജിച്ചു വരുന്നതായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇതിലിപ്പോൾ യോജിച്ചു വരുന്നത് മാ ഹലറ, വന്നില്ല, മാ ജാഅത്ത്, പോയില്ല. ഇത് രണ്ടും ഏറെക്കുറെ സൂട്ടബിൾ ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും മാ ഹലറ എന്നുള്ളത് പറ്റൂല. കാരണം അത് ഒരു ആൺ ഹാജരായില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. മാ ജാഅത്ത്, അവൾ പോയില്ല. അപ്പോൾ അതാണ് യോജിച്ചത്. മാ ജാഅത്ത്, അതാണ് ശരി ഉത്തരം. 2. അത്തൊയ്യാറത്ത ഇലൽ മക്ക, മക്കയിലേക്ക് പ്ലെയിൻ. റക്കിബുത്തു, ഞാൻ കയറി എന്നതാണ് അതിനോട് യോജിച്ചു വരുന്നത്. അദ്ദഹബു, സ്വർണം. സുരിക്ക, മോഷ്ടിക്കപ്പെട്ടു. അദ്ദഹബു, സുരിക്ക മജ്ഹൂലായ ഫീലാണ്. അപ്പോൾ അതിന് ശേഷം വരുന്നതിനും ലമ്മുണ്ടായിരിക്കും. നായിബ് ഫായിൽ എപ്പോഴും ലമ്മായിരിക്കും അഥവാ റഫ് ആയിരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അൽ ഫഉറു, എലി. കുത്തില അൽ ഫഉറു, എലി കൊല്ലപ്പെട്ടു. അടുത്തത് നോക്കൂ, 5ാമത്തത്. അൽ ലിസു, കള്ളൻ. അദ്ദഹബ, സ്വർണത്തിനെ. അപ്പോൾ സറക്ക, കാരണം ലിസു എന്നുള്ളത് ഫായിലാണ്, ദഹബ എന്നുള്ളത് മഫ്ഊലുമാണ്. അങ്ങനെ വരുമ്പോൾ മഅറൂഫായ ഫീലിനെയാണ് നമ്മൾ ചേർത്തി കൊടുക്കേണ്ടത്. സുരിക്ക പറ്റാത്തത് കാരണം സുരിക്ക മജ്ഹൂലായ ഫീലാണ്. മജ്ഹൂലായ ഫീലാകുമ്പോൾ ഫായിൽ ഉണ്ടാവില്ല. ഇവിടെ ലിസു എന്നുള്ളത് ആ ക്രിയ ചെയ്ത കർത്താവാണ്. അപ്പോൾ അതുകൊണ്ട് സറക്ക, മോഷ്ടിച്ചു. അൽ ലിസു, കള്ളൻ എന്നുള്ളത് കർത്താവാണ്. അദ്ദഹബ മഫ്ഊൽ. 6ാമത്തത് നോക്കൂ. ബാസിമുൻ, ബാസിം. അൽ യൗമ, ഈ ദിവസം. ഫിസ്സഫി, ക്ലാസ്സിൽ. അപ്പം ബാസിമി എന്നുള്ളത് ഒരു പുരുഷനാണ്. ആ പുരുഷനോട് യോജിച്ചു വരുന്നത് ഹലറ, അവൻ ഹാജരായില്ല. മാ വരുമ്പോൾ ഇല്ല എന്നുള്ള അർത്ഥം വരും. മാ ഹലറ, അവൻ ഹാജരായില്ല. ആര്? ബാസിമുൻ, ബാസിം. അല്യോമ ഫിസ്സഫി, ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2. നംല ഉൽ ജദ്വല, പട്ടിക പൂർത്തിയാക്കാനാണ്. പട്ടികയുടെ ഹെഡിങ് നോക്കൂ. മാലി മഅറൂഫ്, മുലാരി മഅറൂഫ്, അൽ മാലി മജ്ഹൂൽ. ലറബ, മാലി മഅറൂഫ് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുലാരി മഅറൂഫ് എന്താണ്? എളിരിബു. ഇനി അതിൻ്റെ മാലി മജ്ഹൂൽ എന്താണ്? ലുരിബ. അപ്പോൾ ഒരു മാലി മഅറൂഫിനെ മജ്ഹൂലാക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യത്തെ അക്ഷരത്തിനിക്ക് ലമ്മ് അഥവാ ഫാഫിലിക്ക് ലമ്മും, രണ്ടാമത്തെ അക്ഷരമായ ഐൻ ഫീലിനിക്ക് കസ്റും. ഫഅല, ഫൊയില. മാലി മഅറൂഫ് ഫഅല, ഫൊയില എന്നുള്ളത് മാലി മജ്ഹൂൽ. അപ്പോൾ ഈ ഒരു മോഡൽ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കുക. ഇനി രണ്ടാമത്തത് കുത്തിബ എന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത്. അത് മാലി മജ്ഹൂലാണ്. അപ്പോൾ അതിൻ്റെ മാലി മഅറൂഫ് വേഗം കിട്ടും, കതബ. ഇനി അതിൻ്റെ മുലാരി മഅറൂഫ് യക്തുബു. ഇനി നോക്ക്. യമുദ്ദു, അതിൻ്റെ മുലാരി മഅറൂഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് മദ്ദ, മുദ്ദ. ഇങ്ങനെ മാലി മദ്ദ എന്നുള്ളതും മജ്ഹൂൽ മുദ്ദ എന്നുള്ളതും കൊടുക്കുക. അതിൻ്റെ മുലാരി മഅറൂഫ് യമുദ്ദു. കാല, മാലിയാണ്. യക്കൂലു, അതിൻ്റെ മാലി മഅറൂഫാണ്. കീല എന്നുള്ളത് അതിൻ്റെ മജ്ഹൂലാണ്. അപ്പോൾ ഈ കാല, കീല, യക്കൂലു എന്നുള്ളത് കുറച്ചൊരു ടഫുള്ളതാണ്. അതുകൊണ്ട് അത് നമ്മൾ ഒരു വേറെ ശൈലിയിൽ വരുന്നത് കൊണ്ട് അത് നമ്മൾ പ്രത്യേകം അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. കാല മാലി മഅറൂഫ്, യക്കൂലു മുലാരി മഅറൂഫ്, കീല എന്നുള്ളതാണ് അതിൻ്റെ മജ്ഹൂൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ നിയമം ബാധകമല്ലാത്ത കുറഞ്ഞതുണ്ട്. ഏറെ 99% അങ്ങനെ തന്നെ വരിക. പക്ഷേ ആ കുറഞ്ഞതിൽപ്പെട്ട ഒന്നാണ് ഈ കാല എന്നുള്ളതും മദ്ദ എന്നുള്ളതൊക്കെ. ഇത് രണ്ടും നമ്മൾ പ്രത്യേകം നോക്കി. ഇനി അടുത്ത ചോദ്യം നോക്കൂ. നുതമ്മിമു, പൂർത്തിയാക്കാനാണ്. 1. ഇദാ ദഖല അറഫു ല എന്നുള്ള അർഫ് പ്രവേശിച്ചാൽ ഫി അവലിൽ ഫീലിൽ മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ലാ പ്രവേശിച്ചാൽ അത് മംഫിയാകും, നഫിയാകും, ഇല്ല എന്നുള്ള അർത്ഥമാകും. അപ്പോൾ അതിൻ്റെ അറബിയിലായിരിക്കും അത് പൂർത്തിയാക്കേണ്ടത്. ഒരുപക്ഷെ അറബി അറിയാത്തവരാണെങ്കിൽ ഒഴിച്ചിടണ്ട, അതിൻ്റെ മലയാള ആശയം അറബി മലയാളത്തിൽ എഴുതി കൊടുക്കുക.
2 ഇദാ ദുക്കിറൽ ഫായിലു ഫായിലിനോട് കൂടെ പറയപ്പെട്ടാൽ മഅൽ ഫീലി ഫീലിനോട് കൂടെ ഫായിലിനെ ക്രിയയോട് കൂടെ കർത്താവിനെ പറയപ്പെട്ടാൽ കാനൽ ഫീലു ആ ഫീലാകും മഅറൂഫാകും. 3 ഇദാ ഹുദിഫ മിനൽ ഫീലിൽ മാളിയായ ഫീലിൽ നിന്ന് കളഞ്ഞാൽ അൽ മംഫി മാളി മംഫിയിൽ നിന്ന് കളഞ്ഞാൽ ഹർഫു മാ എന്നുള്ള ഹർഫ് കളഞ്ഞാൽ എന്തായി മഅറൂഫാകും. മാളി മഅറൂഫ് മംഫിയിൽ നിന്ന് എന്ത് മായ കളഞ്ഞാൽ മാളി മഅറൂഫ് മുസ്ബത്തായി മാറും. 4 അദാത്തു നഫിയുടെ അടയാളം ഫിൽ മാളിയിൽ ഹർഫു മാ എന്നുള്ള ഹർഫാണ്. മുലാരിയിൽ ഏതാണ് ലാ എന്നുള്ള ഹർഫാണ്. അത് നമ്മൾ പ്രത്യേകം പുസ്തകത്തിൽ ഏത് രൂപത്തിലാണോ അറബി വന്നത് ആ രൂപത്തിൽ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാലേ അതിൻ്റെ മുഴുവൻ മാർക്ക് കിട്ടൂ. അറിയാത്തവർ അതിൻ്റെ അറബി മലയാളമെങ്കിലും എഴുതി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നുസരിഫു സർഫാക്കാനാണ്. 1 ബാ അതിൻ്റെ അപ്പുറത്ത് 4 കള്ളിയുണ്ട്. ബാഉ ബാഅത്ത് ബാഅത്ത ബിഅന. രണ്ടാമത്തത് മദത്തുമാ മദത്തും മദത്തുമാ മദത്തുന്ന. ഇത് സർഫാക്കുന്നതിൽ ഇച്ചിരി പ്രയാസം വരുന്ന 2 വാക്കുകളാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകമായി നമ്മൾ പഠിച്ചു വെക്കണം. അടുത്തത് 5ാമത്തത് നുഅരിബു അറബിയാക്കാനാണ്. നിങ്ങൾ 2 പേരും പാഠം വായിച്ചില്ല. 6 മണിക്ക് ഉസ്താദ് മദ്രസയിൽ ഹാജരായി. ഇപ്രാവശ്യം എന്തായാലും ഇത് ചോദിക്കൂല. നിങ്ങളുടെ പുസ്തകത്തിലുള്ള ബാക്കിയുള്ള മലയാളങ്ങളുടെ അറബിയാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. നുതർജിമു മലയാളത്തിലേക്കാക്കാനാണ്. 1 അന അജീഉ ഇലൽ മദ്രസ ഒദൻ നാളെ ഞാൻ മദ്രസയിലേക്ക് വരും. 2 ഇഷ്തഅലൽ വാലിദു ബി ഖിറാഅത്തിൽ ജരീദത്തി സുപ്രഭാതം ഉപ്പ സുപ്രഭാതം പേപ്പർ വായിക്കുന്നു. ഇപ്പോൾ ഒരു ലിസാൻ്റെ പേപ്പർ മുഴുവനായി നമ്മൾ പരിചയപ്പെട്ടു. ഇനി മറ്റൊരു പാദവാർഷിക പരീക്ഷയുടെ ലിസാൻ്റെ ചോദ്യപേപ്പർ ഉത്തരസഹിതമുള്ളതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ വായിച്ച ചോദ്യപേപ്പറുകളിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിലും ഉൾപ്പെട്ടിട്ടുണ്ട്. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നന്നായി പഠിക്കുക. നമുക്ക് ലിസാനിൽ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ 4 എണ്ണമാണ്. അതിൽ തന്നെ അവസാനത്തെ 2 പാഠങ്ങൾ 3ാമത്തെയും 4ാമത്തെയും നല്ലോണം നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക. പ്രത്യേകമായും നമ്മുടെ പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ വരുന്ന അറബികൾ അതിൻ്റെ മലയാളം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അത് പരിഭാഷപ്പെടുത്താനും അതേ പ്രകാരം തന്നെ അതിൻ്റെ അർത്ഥം എഴുതാനൊക്കെ ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക. അതേ പ്രകാരം തന്നെ ഓരോ വേർഡുകൾ ചെറിയ വേർഡുകൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇതൊക്കെ ഫുൾ മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജസ്റ്റ് ഒരു പാസ് മാത്രമാണ് ആഗ്രഹിക്കുന്ന ആളുകൾ ഇത് 2 തവണ കേട്ടാൽ മാത്രം മതി. നല്ലൊരു മാർക്ക് ഏകദേശം 30 മാർക്ക് അതിലൂടെ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നൊരിക്കൽ കൂടി അറിയിക്കുന്നു.